വിരിഞ്ഞ് കഴിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾ വളർന്നു കിട്ടാൻ ഭയങ്കര പ്രയാസമായിട്ട് തോന്നാറില്ലേ? എന്നാൽ അപ്പോൾ നമ്മൾ വിരിഞ്ഞ് കഴിഞ്ഞപാട് നമ്മൾ കുറച്ച് ദിവസമൊക്കെ ഈ കോഴിത്തീറ്റ വാങ്ങി കൊടുക്കൂലേ? അപ്പം പെട്ടെന്ന് വളർച്ച വരുന്ന മാതിരി നമുക്ക് തോന്നും. ആ വളർച്ച കുറച്ച് പെട്ടെന്ന് തന്നെ ആവും ചെയ്യും അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ. പക്ഷേ ഞാനും അങ്ങനെ തന്നെയായിരുന്നു കൊടുക്കാറ്. ഇപ്പം ഞാൻ ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയതാണേ. ഇങ്ങനെ ഗോതമ്പ് മുളപ്പിച്ചിട്ട് കുറച്ചിങ്ങനെ പുല്ലും പോലെ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു തുണിയിൽ ഇങ്ങനെ മുളപ്പിച്ചിട്ട് ഇങ്ങനെ കൊടുത്തു നോക്കൂ. ഇതിൽ നല്ല മാറ്റം വരുന്നുണ്ട് കേട്ടോ. കോഴിത്തീറ്റ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് നമ്മൾ കൊടുക്കുന്നതിനേക്കാളും മെച്ചമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് വളർച്ച വരുന്നുണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ. വെയിറ്റും കൂടുന്നുണ്ട്, പെട്ടെന്ന് വളർച്ചയും വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് തുറന്നിടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുറച്ചൊന്ന് കാക്കൻ്റെ കണ്ണുപെടാണ്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം തുറന്നിടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വളർന്നു കിട്ടണം. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ നിങ്ങൾ കൊടുത്തു നോക്കണ്ടി. അതിലെന്തായാലും കാര്യം ഉണ്ടാവും കേട്ടോ. പിന്നെതാ ഇങ്ങനെ നമുക്ക് മുട്ടക്കോഴി കുഞ്ഞുങ്ങളില്ലേ, നാടനില്ലാത്ത, ഇവരെ നമുക്ക് തുറന്നിടാനൊക്കെ പേടിയാണല്ലേ. ഇവരെ തുറന്നിട്ടാൽ ഇവർക്കൊരു അനക്ക കുറവാണല്ലോ. അപ്പം പെട്ടെന്ന് നായയോ എന്തെങ്കിലും പിടിച്ചു പോകും. അപ്പോൾ നമ്മൾ കൂട്ടിലിട്ടിട്ടല്ല അധികം വളർത്തൽ. അപ്പോൾ കൂട്ടിലിട്ട് വളർത്തുമ്പോൾ അവർക്ക് പുല്ലിൻ്റെ ഒക്കെ പോരായ്മ നല്ലോണം ഉണ്ടാവും. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം മാത്രമാണല്ലോ അവർ കഴിക്കുക. അപ്പോൾ ഇവരെ വളർച്ചയ്ക്കും ഇവർക്കും അസുഖങ്ങളൊക്കെ പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓർക്കുമൊക്കെ ഇങ്ങനെ നിങ്ങളൊന്ന് കൊടുത്തു നോക്കണ്ടി. ഗോതമ്പ് മുളപ്പിച്ചിട്ട് ഇങ്ങനെ പുല്ലാക്കിയിട്ട് കൊടുത്തു നോക്കേണ്ടി. അവരിങ്ങനെ പുറത്ത് വിടുന്നില്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് ഇതൊന്നും അവർക്ക് കിട്ടുകയും ചെയ്യില്ല. നമ്മൾ കൊടുക്കുന്ന മാത്രമല്ലേ ഉള്ളൂ തിന്നാൻ കഴിയുള്ളൂ. നോക്കണ്ടിട്ടോ. ഇത് ചെയ്യലിങ്ങനെയാണ്. ഒരു ദിവസം ഇങ്ങനെ രാത്രി ഇങ്ങനെ ഗോതമ്പ് വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് രാവിലെ ആകുമ്പോൾ അത് പുതർന്നിട്ടുണ്ടാവും. അതെടുത്തിട്ട് ഒരു ട്രേയിലോ എന്തെങ്കിലും ഒരു പാത്രത്തിൽ ഇങ്ങനെ 2 തുണിയാക്കി ഇങ്ങനെ വിരിച്ചിട്ട് ഇങ്ങനെ പാകി കൊടുക്കുക. ഗോതമ്പ് ഇങ്ങനെ പാകി കൊടുത്തിട്ട് ഇത് 3-ാം ദിവസം കേട്ടോ. ഇങ്ങനെ ആയത് 3-ാം ദിവസം ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ 2 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് കുറച്ചൊരു പുല്ല് രൂപത്തിലായി വരുന്നത്. അപ്പോൾ ഒരു 4-5 ദിവസം ആകുമ്പോഴാണ് ഇങ്ങനെ ആയി വരുന്നത്. പിന്നെ ഒരാഴ്ചൻ്റെ ഉള്ളിൽ എന്തായാലും നല്ലോണം പോലെ പുല്ലായിട്ട് വരും. ഒരാഴ്ച ഫുള്ള് വേണ്ട കേട്ടോ. ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ പുല്ലായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് നമുക്കിങ്ങനെ രണ്ട് തുണി ഇങ്ങനെ ആക്കി വിരിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആ തുണി അതേമാതിരി തന്നെ എടുത്തിട്ട് ഇങ്ങനെ ഞാൻ ചെയ്ത മാതിരി കൂടിലിങ്ങനെ ഒരു കമ്പി എന്തോ അങ്ങനെ വെച്ച് കൊടുത്താൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ അയൽ ചിക്കിടുന്ന മാതിരി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ മുകളിൽ നിന്ന് തന്നെ അവർക്ക് കൊത്തി തിന്നാൻ ഈസി ആയിട്ട് അവർക്ക് കഴിയും. നമുക്കിങ്ങനെ അടർത്തിയിട്ട് കൊടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഈ ഗോതമ്പും ഈ പുല്ലും ഈ മുളയും ഒക്കെ അവർക്ക് കഴിക്കാനും പറ്റും. അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. നിങ്ങളൊന്നിങ്ങനെ ചെയ്ത് നോക്കേണ്ടിട്ടോ. എന്നിട്ട് ചെയ്തിട്ട് ഫലം കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇനി കോഴീൻ്റെ അങ്ങനത്തെ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.